നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വികസനത്തിൻ്റെ പല മാനദണ്ഡങ്ങളിലും ഇന്ത്യ ശരാശരിയേക്കാൾ പിറകോട്ടാണ് എന്ന സൂചന നൽകുന്ന സൂചികകൾ പുറത്തു വരുമ്പോൾ അതിനെ എങ്ങനെയും തടയിടാൻ വേണ്ടിയുള്ള ഗൂഢലക്ഷ്യങ്ങളാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കീഴിൽ ഗുജറാത്തിൽ പ്രത്യേക വാർ റൂം തുറന്നുകൊണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഒരു രഹസ്യ യോഗം നടക്കുന്നത്. പ്രത്യേകമായും 2023 125 രാജ്യങ്ങളുടെ പട്ടികയിൽ, അതായത് ഏറ്റവും കൂടുതൽ പട്ടിണി ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളുടെ പട്ടിക, ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്, അതിൽ ഇന്ത്യയുടെ സ്ഥാനം 116ലേക്ക് എത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന വലിയ ചോദ്യം മോദി ചോദിക്കുമ്പോൾ, ഈ രാജ്യത്തെ ജനങ്ങൾ, കോടിക്കണക്കിനായ പട്ടിണിക്കാർ അനുഭവിക്കുന്ന പോഷകാഹാരക്കുറവിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ അപഗ്രഥിക്കാൻ തയ്യാറാകുന്നില്ല. കോർപ്പറേറ്റ് ഭീമന്മാരുടെ നികുതി എഴുതിത്തള്ളുന്ന തിരക്കിലാണ് കേന്ദ്ര മന്ത്രാലയം, അതുപോലെ തന്നെ ധനകാര്യ മന്ത്രാലയം. പ്രത്യേകിച്ച് ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമൻ വളരെ നാളുകളായി ഇപ്പോഴും അധികാരത്തിൽ ഇരിക്കുന്നു എന്നത് ഇന്ത്യയുടെ വികസനത്തെയല്ല, അത് മുരടിപ്പിനെ തന്നെയാണ് കാണിക്കുന്നത്. മറ്റൊരു ഓപ്ഷനേ ഇല്ല എന്ന രീതിയിലാണ് നിർമ്മലയെ തന്നെ വീണ്ടും വീണ്ടും ആ സ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഗഡ്കരി തന്നെ പറഞ്ഞത് നിർമ്മല ഏറ്റവും കഴിവുകെട്ട മന്ത്രി എന്ന രീതിയിലാണ്. ക്യാബിനറ്റിൽ പോലും അവർക്കെതിരെ നിശിതമായ വിമർശനമുണ്ടായി. അവരുടെ സ്വന്തം ഭർത്താവ് അവർക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചു. എന്നിട്ട് നിർമ്മലയെ ആ സ്ഥാനത്ത് പിടിച്ചിരുത്തുന്നു. നിരവധിയായിട്ടുള്ള സൂചികകളിൽ ഇന്ത്യ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥ നരേന്ദ്രമോദിയുടെ ഭരണ കാലയളവിൽ ഉണ്ടായ കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് യാതൊരു വാക്കും പ്രതിപാദിപ്പിക്കാൻ കൃത്യമായി NDA മുന്നണി തയ്യാറെടുക്കുന്നില്ല. അവർ അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അതിനുവേണ്ടിയാണ് സൈബർ പോരാളികളെ ഇറക്കി വിടുന്നതും വാർ റൂം തുറക്കുന്നതും. അതിനുവേണ്ടി കേന്ദ്രമന്ത്രിമാരെ സജ്ജീകരിച്ച് പ്രത്യേകം പണമൊഴുക്കുന്നത്. കൃത്യമായി ഒരു ഫാൾസ് പ്രൊപ്പഗാൻഡ, ബേസ്ലെസ് നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി. വ്യാജ പ്രചരണം അഴിച്ചുവിട്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയവാദം മാത്രം പിന്തുടർന്ന് കമ്മ്യൂണൽ പോളറൈസേഷനിലൂടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ BJP ശ്രമിക്കുന്നത്. പക്ഷേ ആ കളി ഇത്തവണ പാളി. ഉത്തർപ്രദേശിലെ അയോധ്യയിലടക്കം എല്ലാ മേഖലകളിലും വലിയ തിരിച്ചടി ഉണ്ടായി. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലും അവർ ഏറ്റവും കൂടുതൽ ഹൈന്ദവ ആധിപത്യം ഉറപ്പിച്ച മണ്ണിലെല്ലാം തിരിച്ചടികളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. എന്നിട്ട് അവരുടെ ശക്തിദുർഗമായ ഗുജറാത്തിൽ ഇങ്ങനെയൊരു വാർ റൂം തുടങ്ങുന്നത് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാൻ തന്നെയെന്ന വ്യക്തമായ ധാരണയിലേക്ക് തന്നെയാണ് അവരുടെ മാറ്റം. നന്നാവാനുള്ള ലക്ഷ്യമല്ല, മറിച്ച് കൂടുതൽ നശിപ്പിക്കാനുള്ള തീവ്ര രീതികളാണ് ഇപ്പോഴും കേന്ദ്ര മന്ത്രിസഭ അവലംബിക്കുന്നതെന്ന് വ്യക്തം.